ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മിസ്സിന്റെ മക്കളെല്ലാരും അടിപൊളിയായിട്ട് പഠിച്ചില്ലടാ. നമ്മുടെ സോഷ്യൽ എക്സാം ഇതാ എത്തിപ്പോയില്ലേ. എല്ലാരും മിനി മാരത്തോണ്ട് വന്ന് സെറ്റ് ആയിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പൊ ഇത് മെഗാ മാരത്തോണ്ടും കൂടി അതേപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്റും കൂടി നമുക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്താലോ? എന്റെ മക്കള് റെഡിയല്ലേ? റെഡി അല്ലേടാ? യെസ്. മിസ് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്റെ മക്കൾക്ക് ഓൾറെഡി അറിയാം എന്തായിരുന്നു എടാ വേദ കാലഘട്ടം. വേദിക് പീരീഡ് എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണെടാ? യെസ്, BC 1500-നും 600-നും ഇടയിലുള്ള കാലഘട്ടമാണ് നമ്മൾ വേദിക് പീരീഡ് അഥവാ വേദ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ഏത് പീരീഡാണ്? BC 1500-നും അതേപോലെ തന്നെ 600-നും ഇടയിലുള്ള കാലഘട്ടം. ഇനി ഇവിടെ നോക്കിക്കേടാ, ഈ വേദ കാലഘട്ടത്തെ നമ്മൾ എന്താ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓരോ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ, തരം തിരിക്കുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണ്? നമ്മളെ വേദ കാലഘട്ടത്തെ നമ്മൾ ഋഗ്വേദ കാലഘട്ടം എന്നും അതേപോലെ തന്നെ ലേറ്റർ വേദിക് പീരീഡ് പിൻകാല വേദ കാലഘട്ടം എന്നും പറയുന്നുണ്ട്. ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? 1500 മുതൽ 1000 BC വരെയും. പിൻകാല വേദ കാലഘട്ടം എന്ന് പറയുന്നതോ അത് ഏത് മുതലാണടാ? നമ്മുടെ 1000 BC മുതൽ 600 BC വരെയുമാണ്. അതാണടാ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾ എന്താ ഇത് കൃത്യമായിട്ട് നോക്കണം. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും എന്റെ മക്കൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവടാ. ഋഗ്വേദ കാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരുന്ന ഏത് ദൈവങ്ങളെയായിരുന്നു? ഏത് ഗോഡസിനെയായിരുന്നു? ഒന്ന് നമുക്കറിയാം ഏതൊക്കെയാണ്. അതിഥി ഉണ്ട്, ഉഷസ് ഉണ്ട്, അതൊക്കെ എന്താ ഗോഡസ് ദേവതകൾ അല്ലെ. ഇനി ദേവന്മാര് നോക്കുകയാണെങ്കിലോ ഗോഡ് നോക്കുകയാണെങ്കിലോ ഇന്ദ്രന്, വരുണൻ, അഗ്നി ഇവരൊക്കെ ആയിരുന്നു അവരെന്ത് ചെയ്തത്? ആരാധിച്ചിരുന്നെന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. തമിഴകം എന്ന് പറയുന്നത് എന്തായിരുന്നു എടാ? പുരാതന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ പൊതുവെ എന്തു പേരിലാണ് അറിയപ്പെടുക? തമിഴകം എന്ന പേരിലാണ് അറിയപ്പെടുക. ആൻഷ്യൻ ടൈമില് ഏത് സ്ഥലത്തെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളൊക്കെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? തമിഴകം എന്ന പേരിലായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ചാതുർവർണ്ണ്യ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളെ പറഞ്ഞു വേദ കാലഘട്ടത്തിൽ രണ്ടായി തരം തിരിച്ചു അല്ലെ. അത് നമ്മളെ രണ്ടാമത്തെ കാലഘട്ടം അഥവാ പിൻകാല വേദ കാലഘട്ടത്തിൽ നമുക്ക് സൊസൈറ്റിയിൽ എന്താ തൊഴിലധിഷ്ഠിതമായിട്ട് ഓരോ വർഗങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പൊ മക്കളെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? ചാതുർവർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിതമായിട്ട് സമൂഹത്തെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്ന അല്ലെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തി ആരായിരുന്നു? നമ്മുടെ ശൂദ്രാസ് ആയിരുന്നു സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കാം. അവരായിരുന്നു എന്താണ് നമ്മളെ കൃഷിപ്പണി ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ബ്രാഹ്മണർ പുരോഹിത കാര്യങ്ങൾ ചെയ്യും. ക്ഷത്രിയർ ആയിരിക്കും എന്താണ് യുദ്ധങ്ങളിലും യോദ്ധാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ വൈശ്യർ എന്ന് പറയുന്നത് കച്ചവടം ട്രേഡായി ബന്ധപ്പെട്ടവരായിരുന്നു, അതൊക്കെ ചെയ്യുന്ന ആളുകൾ. ദെൻ ശൂദ്രാസ് ആയിരുന്നു സൊസൈറ്റിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മക്കളെ. എന്താണ് തിണ എന്ന് പറയുന്നത്? തിണയുടെ ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് അവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം പുരാതന തമിഴകത്തെ നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട്? 5 ഭൂമി ശാസ്ത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ തിണകൾക്കും എന്താണ്? ഇവയാണ് നമ്മൾ തിണകൾ എന്ന് പറയുന്നത്. ഓരോ തിണകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാമെടാ ഏതൊക്കെ തിണകളാണുള്ളത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. എന്തൊക്കെയാണുള്ളത്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അപ്പൊ കുറിഞ്ചിയുടെ പ്രത്യേകത എന്താണ്? അത് ഹില്ലി സോൺ ഏരിയ ആണ്. മുല്ലയുടെയോ അത് ജംഗിൾസും ഗ്രാസ് ലാൻഡും ആയിരിക്കും ഇവിടെ കാണാം, കാടുകളൊക്കെ ആയിരിക്കും കാണാം. പാലൈ എങ്ങനെയായിരിക്കും? വരണ്ട പ്രദേശം, ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് ആയിരിക്കും. ഇനി മരുതമോ അത് അഗ്രികൾച്ചർ ഫീൽഡ്, നമ്മളെ കൃഷിയിടം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു എന്ത്? നമ്മുടെ മരുതം എന്ന് പറയുന്നത്. ഇനി നെയ്തലോ അത് തീരപ്രദേശമായിരുന്നു. നെയ്തൽ എന്താണ്? തീരപ്രദേശമാണ്. അപ്പൊ ഓരോന്നിനും എന്താ? ഓരോ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് മക്കളെ ഉള്ളത് കേട്ടോ. അപ്പം ആ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ട്. അപ്പം മലയാളം മീഡിയക്കാരതും ഉണ്ട് കേട്ടോ മക്കളെ ഇവിടെ കൊടുത്തത്. ദെൻ ഋഗ്വേദ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട സമ്പത്ത് എന്തായിരുന്നു? പശു വളർത്തലായിരുന്നോ? കൃഷിയായിരുന്നോ? ഏതായിരുന്നു അവരുടെ പ്രധാന വളർത്തൽ എന്ന് പറയുന്നത്? നമുക്കറിയാം
പശു വളർത്തലാണ് അല്ലെ. അവരെ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്ന സമ്പത്ത് എന്ന് പറയുന്നത്. ദെൻ കന്നുകാലികളെ വളർത്തുന്ന ആര്യമാരുടെ ഗ്രൂപ്പുകൾ അറിയപ്പെട്ടത് എന്തു പേരിലായിരുന്നു? രാജൻ അല്ലെങ്കിൽ രാജൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. എന്തു പേരിലായിരുന്നു? രാജൻ എന്ന പേരിലായിരുന്നു അല്ലെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തു പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? രാജൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ആൻഷ്യൻ തമിഴകം വാസ് റൂൾഡ് ബൈ ദ ഡൈനാസ്റ്റീസ് കോൾഡ് ദ ചേരാസ്, ദ ചോലാസ് ആൻഡ് ദ പാണ്ഡ്യാസ്, കളക്റ്റീവ്ലി നോൺ ആസ്. നമുക്കറിയാം ആൻഷ്യൻ തമിഴകം 3 കൂട്ടര് ചേർന്നാ ഭരിച്ചത്. ചേര, ചോള, പാണ്ഡ്യാസ്. ചേര, ചോള, പാണ്ഡ്യന്മാർ. ഇവര് 3 പേരും അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? മൂവേന്ദാസ് എന്ന പേരിലായിരുന്നു ഇവര് അറിയപ്പെട്ടിരുന്നത്. എന്തു പേരിലാണ് അറിയപ്പെട്ടത്? മൂവേന്ദാസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളാട്ടോ. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പവർ ആയിട്ട് പോയിട്ട് എക്സാംസും കാര്യങ്ങളും എഴുതണം കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും എന്താ ഒരു അടിപൊളി ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.